ഹലോ, ഇന്ന് നമ്മളൊരു മൂൺ ലാമ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ തമ്മനയില് കണ്ട പോലത്തെ അടിപൊളിയായിട്ടുള്ള മൂൺ ലാമ്പ് തന്നെയാണ്. ആദ്യം ഇതാ ഒരു ബലൂൺ എടുത്തിട്ട് ഇങ്ങനെ വീർപ്പിച്ചെടുക്കുക. ഞാൻ ആദ്യം കുറച്ച് ബലൂണിന്റെ സൈസ് വലുതായി എന്ന് വിചാരിച്ചു, എന്നാലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ഇതാ ഈ ഒരു മിക്സ് എടുക്കണം. ഇതില് വെള്ളവും ഗ്ലൂ ആണ് ഉള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന വാട്ടറിനെക്കാട്ടും കൂടുതൽ എമൗണ്ട് വേണം ഗ്ലൂ എടുക്കാൻ. ശരിക്കും ഈ ഒരു മൂൺ ലാമ്പിന്റെ ട്രെൻഡിങ് കഴിഞ്ഞിട്ട് കുറച്ചധികം ആയില്ലേ. അന്ന് ഞാൻ അത് ഉണ്ടാക്കാൻ വേറൊന്നുമല്ല, ഇതിന് മെയിൻ ആയിട്ട് വേണ്ട ഈ ഒരു ടിഷ്യൂ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഈ ഒരു പാക്കറ്റിന് വെറും 10 രൂപ ഉള്ളൂ. അപ്പോൾ ഇതിൽ അത്യാവശ്യമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ കുറച്ചേ അപ്പോൾ ആവശ്യമുള്ളൂ. ഇതിൽ ഫസ്റ്റത്തെ ലെയർ ചെയ്യുമ്പോൾ ഒരു ടിഷ്യൂനെ ഞാനിവിടെ ചെയ്യുന്ന പോലെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ലെയർ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ചിലവർക്കൊക്കെ എൻ്റെ പോലെ ഒന്ന് ചെറുതായിട്ട് കൊളായോ എന്ന് ഇടയ്ക്ക് വെച്ച് തോന്നും. ആ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അവിടെ 4 പീസായിട്ട് ഒരു ടിഷ്യൂ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ബലൂൺ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ടിഷ്യൂ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്യാം. ഈ ഒരു സംഭവം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കണം. കാരണം ഇത് അത്രയും അടിപൊളിയാണ്. മിക്കവാറും എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഞാനായിരിക്കും ഇത്രയും ലേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടാവുക. നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലെയർ ചെയ്യുന്നത് ഒന്ന് സ്പീഡിൽ കാണാം കേട്ടോ. ഇനി ഇതാ സെക്കൻഡ് ലെയർ ചെയ്യുക. സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ സെയിം ആയിട്ട് തന്നെ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടറും ഗ്ലൂവും കൂട്ടിയിട്ടുള്ള ആ ഒരു മിക്സിൽ നമ്മൾ എടുക്കുന്ന വാട്ടറിൻ്റെ എമൗണ്ടിനെക്കാട്ടും കൂടുതൽ എമൗണ്ട് ഗ്ലൂ എടുക്കാൻ. അപ്പോൾ ചിലവർക്കെങ്കിലും തോന്നിയിട്ടുണ്ടായിരിക്കും അതെന്തിനാ അങ്ങനെ എടുക്കുന്നതെന്ന്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ലാസ്റ്റിൽ ബലൂൺ പൊട്ടിക്കുമ്പോൾ ഈ ടിഷ്യൂ കോട്ടിങ് എല്ലാം ചുരുങ്ങി വരുന്നതായിട്ട് പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. A few moments later. ഇനി നമ്മൾ ചെയ്ത ആ ഒരു ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഒന്ന് ജസ്റ്റ് ഉണങ്ങണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ തേർഡ് ലെയർ ആൻഡ് ലാസ്റ്റ് ലെയർ ആയിട്ടുള്ള ഈ ഒരു ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ലാസ്റ്റ് ലെയർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മിക്സ് ഇല്ലേ, ആ ഒരു മിക്സിൽ നമുക്ക് വാട്ടർ കൂടുതൽ എടുക്കാം ഗ്ലോവിനെ കാട്ടി കേട്ടോ. പക്ഷെ ഞാൻ ആ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെയർ ചെയ്യുന്ന അതേപോലെ തന്നെ ആ ഒരു മിക്സ് പോലെ തന്നെയാണ് തേർഡ് ലെയറിന് ചെയ്തത്. എനിക്ക് പിന്നെ തേർഡ് ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അതാണ് നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. ചിലവരൊക്കെ 2 ലെയർ മാത്രം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തേർഡ് ലെയറും കൂടി ചെയ്താൽ നമ്മുടെ ഈ ഒരു കോട്ടിങ് ഒന്നും കൂടി കട്ടിയാവും. ഇതിൽ ഞാൻ ടിഷ്യൂ 2ആയിട്ടാട്ടോ മുറിച്ചത്. The next day. ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വെക്കണം കേട്ടോ. നമ്മൾ ഒരു ദിവസത്തിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അടുത്തപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഇതിൽ ഈ ഒരു മുകളിലത്തെ ഈ ഒരു ഭാഗം കണ്ടപ്പോഴാണ് ജസ്റ്റ് ഒന്ന് കൊളായോ എന്ന് ഞാൻ പേടിച്ചത്. പക്ഷേ ഗൈസ് പേടിക്കൊന്നും വേണ്ട, കൊളായിട്ടൊന്നുമില്ല കേട്ടോ. എൻ്റെ ഒരു നിഗമനം, ഈ ബലൂണൊക്കെ വീർപ്പിച്ചാലും പിറ്റേ ദിവസം ആകുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടെങ്കിലും ചുരുങ്ങൂലേ, അങ്ങനെ ചുരുങ്ങിയപ്പോൾ ആയതാവുന്നതാണ്. പിന്നെ ഗൈസ് ഒരു കോമഡി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് ഈ ബലൂൺ സൂചിപ്പിനേറ്റ് 2-3 വട്ടം കുത്തിവെക്കി, ബലൂൺ പൊട്ടുന്നില്ല. പിന്നെ ഞാൻ കത്രികയായിട്ടും ബലൂൺ വെട്ടി, അപ്പോഴും പൊട്ടുന്നില്ല. പിന്നെ ഫൈനലി അത് എങ്ങനെയൊക്കെയോ കാറ്റൊക്കെ പോയി ബലൂണിൻ്റെ. ഇതാ നമ്മൾ ഈ ഒരു ഭാഗം ഇതേപോലെ കട്ട് ചെയ്യാൻ കേട്ടോ. നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ബലൂൺ അതിൻ്റെ ഉള്ളിൽ പോകണ്ടല്ലോ, അപ്പോൾ അത് എടുക്കും വേണം. പിന്നെ നമ്മളെ ലൈറ്റും കൂടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓളിടുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്ലോഡ് ചെയ്യണം വെച്ചിട്ട് തന്നെയാണ് ഞാൻ എടുത്തത്. ബട്ട് എന്തോ എങ്ങനെയോ ഈ ഒരു ഫോണിൻ്റെ ഗാലറിന്ന് ഈ ഒരു വീഡിയോ പോയി. പിന്നെ എന്തൊക്കെയോ കാട്ടിയിട്ട് അത് തിരിച്ചു വന്നു. ഞാൻ ഡിലീറ്റ് ആക്കിയതല്ലോ, എങ്ങനെയോ പോയതാണ്. പിന്നെ എന്തൊക്കെയോ ആട്ടി അങ്ങനെ ചെയ്തിട്ട് ശരിയായി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള ചുളിവുകളും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് ചെറുതായിട്ട് തന്നെയുള്ളൂ. അപ്പോൾ അത് ഞാൻ കൈ വെച്ചിട്ട് തന്നെ എല്ലാം റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മൂൺ ലാമ്പിന് സ്റ്റാൻഡ് വേണ്ടേ. സ്റ്റാൻഡ് ഞാൻ ഒത്തിരി സ്റ്റാൻഡ് കണ്ടിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഏറ്റവും സിമ്പിളുള്ളൊരു സ്റ്റാൻഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇത് പിന്നെ ഐസ്ക്രീം സ്റ്റിക്കായിട്ടാണ്. അത് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും സിമ്പിളാണ് ഉണ്ടാക്കാൻ.
അപ്പോൾ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ ലൈറ്റ് വേണമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഫെയറി ലൈറ്റ് ഒന്നും ഇല്ല. ഫെയറി ലൈറ്റ് വെക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമുക്കിപ്പോൾ എന്തായാലും ലൈറ്റ് കത്തിയാൽ പോരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്യാൻഡിൽ ലൈറ്റ് ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഈ ലൈറ്റ് കത്താത്തതായി നിങ്ങൾക്ക് തോന്നിയോ? വേറെ ഒന്നുമല്ല, ഞാൻ രാവിലെ വീഡിയോ എടുക്കുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് രാത്രി ആക്കി. ഇതെല്ലാം ഞാൻ രാവിലെ തന്നെ എടുത്തിക്കണേ. ഇനി ഇതിന് വേണ്ടി രാത്രിയാവണ വരെ കാത്തിരിക്കാനൊന്നും എനിക്ക് വയ്യ. നിങ്ങൾ മുള്ളാമ്പ് ഇതുവരെ ഉണ്ടാക്കാത്ത ആളാണെങ്കിൽ ഞാൻ ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ഞാൻ പറയുമ്പോൾ